എന്റെ പൊന്നുമോള് വന്നോ? അമ്മ നോക്കി നോക്കി ഇരിക്കേ. മതികല വയലോരം വീട്ടിൽ തിരികെ എത്തുന്നു. എന്റെ കൊച്ചി ഇവിടെ ഉണ്ടെങ്കിലല്ലേ ആദായം ഉള്ളൂ. അതുകൊണ്ട് കാത്തിരിക്കും. എനിക്കറിയാം. മനസ്സിജനെ ആരുമില്ലാത്ത തക്കം നോക്കി മതികല വയലോരം വീട്ടിൽ വിളിച്ചു വരുത്തുന്നു. എടാ, ഒന്നിച്ച് ജീവിക്കാൻ ഭാഗ്യമില്ലാതെ പോയ ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ചുള്ള എല്ലാ നിമിഷങ്ങളിലും എല്ലാ വിഷയങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയാതെ ഒന്നിച്ച് തന്നെ നിൽക്കണം. അപ്രതീക്ഷിതമായി രവി അവിടെ എത്തുന്നുവെങ്കിലും തന്ത്രപരമായി മതികല രക്ഷപ്പെടുന്നു. മതി. അയ്യോ, രവിയേട്ടനോ? ഞാൻ സിജനോടെ നമ്മുടെ വണ്ടിയുടെ കണക്കും കാര്യങ്ങളൊക്കെ ചോദിക്കുവായിരുന്നു. അതെ, കാശിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ രവിയേട്ടൻ വന്നു. അല്ല, കണക്ക് ചോദിച്ച സ്ഥിതിക്ക് ഇനി മാസാമാസം കുറച്ച് കാശ് ഇങ്ങോട്ട് തരുമായിരിക്കും അല്ലേ? മതി, തരേണ്ടതാണ്. തുടർന്ന് കാണുക. മതി, എന്തേലും കുഴപ്പം? ഒന്നുമില്ല. നീ നിന്ന് തപ്പി തടഞ്ഞ് കുഴപ്പമുണ്ടാക്കാതിരുന്നാ മതി. ആ, ഞാൻ പോവാ. മതി, നിക്ക്. രവിയേട്ടൻ ഒന്ന് തല കാണിച്ചിട്ട് പോ. അയ്യോ, അത് വേണോ? മതി, വേണം, അല്ലെങ്കിൽ സംശയം തോന്നും. എന്നാലും എനിക്ക് രവിയേട്ടന്റെ മുഖത്ത് നോക്കാൻ. നീ മുഖത്ത് നോക്കണ്ട, തറയെ നോക്കിയാ മതി. പറയുന്നത് അനുസരിക്ക് മനസ്സിജ. നീ ചെല്ല്. മതി, പോ മനസ്സിജ. രവിയേട്ടാ. ആ സിജ, വാ. അല്ല രവിയേട്ടാ, കലയിടത്തി ഒരു കാര്യം പറഞ്ഞായിരുന്നു. വണ്ടിയുടെ ഓട്ടത്തിന്റെ കണക്കൊക്കെ രവിയേട്ടനോട് കൂടി ഒന്ന് പറയണമെന്ന്. ആ അതെ, ഇത് മതി എന്നോട് പറഞ്ഞിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല സിജ, സിജനെ അന്യനായിട്ട് കണ്ടിട്ടുമല്ല. എല്ലാ കാര്യത്തിലും മതി വളരെ സിസ്റ്റമാറ്റിക് ആണെന്ന് അറിയാലോ. എനിക്കറിയാം രവിയേട്ടാ, അതിന് കുഴപ്പമൊന്നുമില്ല. സിജന് വിഷമമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല രവിയേട്ടാ. അല്ല, എന്താ അളിയനും അളിയനും തമ്മിലൊരു പുന്നാരം? ഞാൻ ഓട്ടത്തിന്റെ കണക്കറിയണോന്ന് പറഞ്ഞത് സിജൻ പരാതിയായിട്ട് അളിയനോട് പറയുവാണോ? അയ്യോ അല്ല കലയിടത്തി, അതിലെനിക്ക് പരാതിയൊന്നുമില്ല. ഞാൻ സിജനോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു മതി വളരെ സിസ്റ്റമാറ്റിക് ആണെന്ന്. കലയിടത്തി, സോറി കേട്ടോ. എന്തിന്? അല്ല, ഞാൻ അറിയാതെയാ സംസാരിക്കാനായി മുറിയിലേക്ക് കയറി വന്നത്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഏയ് അതിനിപ്പോ എന്താ, അതൊന്നും സാരല്ല സിജ. സാരമുണ്ട്. ബെഡ്റൂം എന്ന് പറയുന്നതേ എന്റെയും രവിയേട്ടന്റെയും മാത്രം പ്രൈവറ്റ് സ്പേസാ. അതാ ഞാൻ സിജനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി കലയിടത്തി, ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആ പോട്ടെ, സാരമില്ല. എന്നാ ശരി രവിയേട്ടാ, ഞാനങ്ങോട്ട്. സിജന് വിഷമായെന്ന് തോന്നുന്നു. ഒരു കുഴപ്പമില്ല. ഇത്തിരി വിഷമിച്ചാലും കാര്യം മനസ്സിലായി കാണുമല്ലോ. ഒന്നും ചിന്തിക്കാതെ മുറിയിൽ കയറിയതാ. അതൊരു കൾച്ചർ ഇല്ലാത്ത ഇടപെടല്ലേ രവിയേട്ടാ? സിജൻ അത്രയ്ക്കുള്ള പഠിപ്പും വിവരമൊക്കെ അല്ലേ ഉള്ളൂ. മതി. അത് ശരി, രവിയേട്ടൻ അളിയനെ ന്യായീകരിക്കുവാണല്ലേ?
എന്നല്ല മതി. പണ്ടും രാത്രി കുട്ടിമണി പേടിച്ചിട്ടുള്ളപ്പോ സിജൻ ഈ മുറിയിൽ എൻ്റെ കൂടെ വന്ന് കിടന്നിട്ടൊക്കെ ഇല്ലേ? ആ ഒരു ഓർമ്മ കൊണ്ട് കയറിയതാവും. ആ അതും നേരാ. ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം ആളുകൾക്ക് കൊടുക്കുന്ന നമ്മൾ തന്നെയാ കുറ്റക്കാര്. അല്ല, രവിയേട്ടൻ എന്തിനാ തിരിച്ചു വന്നത്? എൻ്റെ ലാപ്ടോപ്പ് ഞാൻ ഇവിടെ വെച്ച് മറന്നു. ഓ, അത് എപ്പോഴും വണ്ടിക്കകത്ത് വെച്ചിരുന്നാ പോരെ. അപ്പൊ പിന്നെ ഇങ്ങനെ തിരിച്ചു വരേണ്ടി വരില്ലല്ലോ. അല്ല, അമ്മയും അപ്പച്ചൊക്കെ എന്ത് മതി? അവര് രണ്ടും വൈദ്യശാലയിലോട്ടൊന്ന് പറഞ്ഞു പോയതാ. ഈ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് പേടിയാണെന്ന് അവർക്ക് അറിയാലോ. എന്നിട്ടും അവര് പോയി. മനപ്പൂർവ്വ രവിയേട്ടാ. രാവിലെ എന്റെ അമ്മ വന്നിത്തിരി സംസാരിച്ചില്ലേ, അതിന്റെ ചുരുക്ക. ആ അപ്പച്ചിയമ്മയാ അമ്മയെ കൂടി പറഞ്ഞു തിരിപ്പിക്കുന്നത്. വരട്ടെ, രണ്ടും 4 പറയുന്നുണ്ട് ഞാൻ. പേടിച്ചു ഞാൻ വല്ലാതെ. കരച്ചില് വന്നു രവിയേട്ട. അന്നേരമാ സിജൻ വന്നത്. എന്റെ പൊന്നിങ്ങനെ പറയാതെ, എനിക്ക് സങ്കടം വരും. ഒരു കണക്കിന് സിജൻ വന്നത് ഭാഗ്യ അല്ലേ മുത്തേ? എന്നാലും സിജനെ അത്രയ്ക്കങ്ങ് അടുപ്പിച്ച് നിർത്തണ്ട രവിയേട്ടാ. എന്താ പൊന്നെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വേറെ കുഴപ്പമൊന്നുമില്ല. ബാലേട്ടന്റെ വാലല്ലേ സിജനിപ്പോ. ബാലേട്ടനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുന്നു, ബാലേട്ടനെ ആശ്വസിപ്പിക്കുന്നു, അമ്മയെ അപ്പച്ചിയമ്മയും വരെ സോപ്പിട്ട് കയ്യിലെടുക്കുന്നു. എല്ലാവരും എന്റെ രവിയേട്ടനെതിരാ. അവരെല്ലാം ഒറ്റ കെട്ടുവാ. അത് ശരിയാ. അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ ഒന്നും പുറത്ത് കാണിക്കണ്ട രവിയേട്ട. എല്ലാം മനസ്സിൽ വെച്ചിരുന്നാ മതി. എല്ലാം എന്റെ മനസ്സിൽ തന്നെ ഉണ്ട്. ദാ രവിയേട്ട, വെള്ളം കുടിക്ക്. മതി. എന്താ? അത് പറ രവിയേട്ട, എന്താ? അല്ല മതി, അത് പിന്നെ രവിയേട്ട കിണങ്ങാത്ത കാര്യം പറയേ. അത് പറഞ്ഞ മതി ചൂടാവരുത്. ഇല്ല, പറ രവിയേട്ട. ഡോക്ടർ പറഞ്ഞ 1 വർഷം തീരാറായില്ലേ? ഓ, അത് രവിയേട്ടൻ ദിവസം എണ്ണി കഴിയായിരുന്നല്ലേ. സാരമില്ല, നമുക്ക് ഡോക്ടറെ ഒന്നുകൂടി പോയി കാണാം. താങ്ക്സ്. വേറൊന്നും ഉണ്ടല്ല മതി. നാട്ടുകാർ ചോദിച്ചു തുടങ്ങി വിശേഷമൊന്നും ആയില്ലേ എന്ന്. ചോദിക്കുന്നവന്മാരോടെല്ലാം ഒരു കലണ്ടർ വാങ്ങിക്കാൻ പറയും. അതിലാവുമ്പോ ഒരുപാട് വിശേഷ ദിവസങ്ങൾ കാണുമല്ലോ. കൊടുങ്ങല്ലൂർ ഭരണി, ചോറ്റാനിക്കര മകം, ആറ്റുകാൽ പൊങ്കാല, പൈങ്കുനി ഉത്രം. അല്ല പിന്നെ തന്നേക്ക്. മോളെ, ആഹാ, വൈദ്യശാല നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഇത്രയും താമസിച്ചത്. പിന്നെ വരുന്ന വഴിക്ക് വേറൊരു കാര്യം ഉണ്ടായി മോളെ. എന്ത്? അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് ശാരദേ. കലമോക്കം കേൾക്കുമ്പോ സന്തോഷാവട്ടെ. അതെന്താ പോയ വഴിക്ക് ഇത്ര സന്തോഷം തരുന്നൊരു കാര്യം? വല്ല ലോട്ടറി അടിച്ചോ? അയ്യോ, ലോട്ടറി ഒന്നും അല്ല മോളെ, ഒരു കൈനോട്ടക്കാരിയെ കണ്ടു. ഓ, അതായിരുന്നോ? കൈനോട്ടക്കാരി പറഞ്ഞു കാണും ലോട്ടറി അടിക്കുമെന്ന്. അതല്ല മോളെ, കുട്ടിമണി ഉടൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ഓ, അങ്ങനെ പറഞ്ഞോ? നിനക്കെന്താ കൊച്ച ഒരു സന്തോഷമില്ലാത്തത്? ഇതൊക്കെ കേട്ട് സന്തോഷിക്കാൻ പറ്റുമോ അപ്പച്ചിയമ്മ? അങ്ങനെയാണെങ്കിൽ നാട്ടില് തെളിയാതെ കിടക്കുന്ന കേസുകൾക്കെല്ലാം തുമ്പുണ്ടാക്കാൻ പോലീസുകാർക്കൊക്കെ കൈനോട്ടക്കാരെ ആശ്രയിച്ചാ പോരെ? എല്ലാ കാര്യവും അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ കൊച്ചേ? ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ? അത്തരം വിശ്വാസങ്ങളില് അമിത വിശ്വാസം വേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അവള് വരുമെന്ന് ആരെങ്കിലും പറയുമ്പോ ഒരു പ്രതീക്ഷ, ഒരു സന്തോഷം. അവളെ ഓർത്ത് വെന്തുരുകുമ്പോ നെഞ്ചിനകത്തൊരു തണുപ്പ്. എന്റെ അമ്മേ, ഈ കൈനോട്ടക്കാരും ജ്യോത്സ്യന്മാരും ഒക്കെ അങ്ങനെ പലതും പറയും. അമ്മ അത് കേട്ട് വിശ്വസിക്കാനും സന്തോഷിക്കാനൊന്നും നിൽക്കണ്ട. തിരിച്ചു വരാൻ വിധിയുണ്ടെങ്കിൽ കുട്ടിമണി ഇങ്ങി തന്നെ വരും.
ഒരു പെറ്റതള്ളയ്ക്ക് അങ്ങനെ അങ്ങ് ആശ്വസിക്കാൻ പറ്റുമോ കൊച്ചേ? അല്ല, ആദ്യം സീതയുടെ പോകുന്നു, പിന്നെ കുട്ടിമണിയെ കാണാതാവുന്നു. എനിക്ക് വേറൊരു സംശയമുണ്ട്. എന്നതാ കൊച്ചേ, പറയേ. ഇനി സീതയുടെ കുട്ടിമണിയെ എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ടു പോയതാണോ? അയ്യോ, അമ്മ അയ്യോ പൊത്തോ എന്നൊന്നും പറയണ്ട. അവരാരാണെന്നും എത്ര വലിയ രഹസ്യം മറച്ചു വെച്ച അവർ ഈ വീട്ടിൽ വന്ന് കയറിയെന്നും കൃത്യമായിട്ട് അമ്മയ്ക്കറിയാലോ. കുട്ടിമണിയെ സീത കൂട്ടിക്കൊണ്ടുപോയിട്ട് എന്തിനാ മോളെ? അതൊന്നും എനിക്കറിയത്തില്ല. വല്യേച്ചി വിളിച്ച കുട്ടിമണി ഏതു പാതിരാത്രിക്കും പോവും, എങ്ങോട്ടും. അതെനിക്കുറപ്പാ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി അങ്ങനെ വല്ലതും ആണോ ശാരദ? ഇല്ല നാത്തൂനെ, സീത തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് സത്യമാ. പക്ഷെ ഇങ്ങനൊന്നും എന്നെ നോവിക്കാൻ അവൾക്കാവത്തില്ല. എല്ലാത്തിനും ഭഗവതി ഒരു വഴി കാണിച്ചു തരട്ടെ. ആ, കാണിക്കട്ടെ. അല്ലാതെ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? നീ വാ. ഡാ, എന്തിനാ മതി ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? രവിയേട്ടൻ ഇപ്പൊ വരത്തില്ലേ? രവിയേട്ടൻ രാത്രിയേ വരത്തുള്ളൂ. ഞാൻ ഇപ്പൊ വിളിച്ചിരുന്നു. രാവിലെ എന്റെ പ്രാണനങ്ങ് പോയി മതി. എല്ലാം തീർന്നു ഞാൻ കരുതിയേ. ഞാനും ഒന്ന് പകച്ചു, പക്ഷെ ദൈവം രക്ഷിച്ചു. അല്ല, കള്ളത്തരം കാണിക്കുന്നവരെ ദൈവം രക്ഷിക്കുമോ? മതി. ദൈവം അല്ലെങ്കിൽ ചെകുത്തൻ, എങ്ങനെയായാലും രക്ഷപ്പെട്ടാ പോരെ. നീ എന്റെ മുറിയിലായതിനാൽ അങ്ങനെ പറഞ്ഞു നിൽക്കാൻ പറ്റി. നേരെ മറിച്ച് ഞാൻ നിന്റെ മുറിയിലായിരുന്നെങ്കിൽ പണി പാളിയേന്. അല്ല, പറഞ്ഞതൊക്കെ രവിയേട്ടൻ വിശ്വസിച്ചോ? വിശ്വസിച്ചു. അതാണല്ലോ ഈ മതിയുടെ കഴിവ്. ആ, പിന്നെ ഞാൻ നിന്നെപ്പറ്റി ഇത്തിരി കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എനിക്കും തോന്നി. എന്തായാലും വേണ്ടില്ല, കുഴപ്പങ്ങളില്ലാതെ രക്ഷപ്പെട്ടല്ലോ. രവിയേട്ടനെ ഒന്ന് സൂക്ഷിച്ചോണ്ടെന്ന്. പൊട്ടനായിട്ട് ചിലപ്പോൾ നടിച്ചു കളയും. പ്രശ്നമാവോ? മതി. പ്രശ്നമൊന്നും ആവത്തില്ല. അങ്ങേരെ കഴുത്തിൽ ചരടിട്ട് മുറുക്കിയിരിക്കുവാ ഞാൻ. എന്നാലും നമ്മളൊരു മുൻകരുതൽ എടുക്കണമല്ലോ എന്ന് കരുതി പറഞ്ഞത്. ഞാൻ ശ്രദ്ധിക്കാൻ. മതി മതി, എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കുന്നൊക്കെ ഉണ്ട്. നാളെ നിനക്കെന്താ പരിപാടി? നാളെ ഇവിടെ ബലിയിടലല്ലേ? മതി. അതിനെന്താ, ചത്തത് നിന്റെ അച്ഛനൊന്നുമല്ലല്ലോ, ഇവിടുത്തെ കുറുപ്പല്ലേ? അല്ല മതി, ഇവിടെ നിൽക്കണമെന്ന് അമ്മ പറഞ്ഞു. ഓ, നീയാണല്ലോ ഇപ്പൊ അവരുടെ മാനസപുത്രൻ. ബാലേട്ടൻ, കർമ്മിയുടെ കാര്യമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ ബാല? ഉണ്ടമ്മേ. രാവിലെ ആ ചടങ്ങ് അങ്ങ് നടത്തണം. അച്ഛന് തൃപ്തിയാവട്ടെ. രവി എന്താ ഒന്നും മിണ്ടാത്തത്? ഓ, ഞാൻ എന്നാ മിണ്ടാനാ? ഹ, അതെന്നെ വർത്തമാന രവി. അച്ഛന് ബലിയിടുന്നതിനെക്കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോ ഞാൻ എന്നാ പറയാനാ? എന്നോട് ചോദിച്ചത് എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ. ഈ കർമ്മിക്കും കർത്താവിനൊക്കെ എന്ത് കൊടുക്കേണ്ടി വരും? അതോർത്ത് നീ വിഷമിക്കണ്ട, ഞാൻ കൊടുത്തോളാം. അല്ലെങ്കിലും 250 രൂപ കേസൊക്കെ ബാലേട്ടൻ ധൈര്യമായിട്ട് ഏറ്റെടുക്കുമെന്ന് എനിക്കറിയാം. അല്ലെങ്കിലും ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആ, ഞാനൊന്നും കണ്ടിട്ടില്ല. നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ടടാ. ഞാൻ സർട്ടിഫൈ ചെയ്യാൻ മാത്രം ബാലേട്ടൻ ആവട്ടെ. നിർത്തട രണ്ടും. സ്വന്തം അച്ഛന് പിണ്ടച്ചോറ് ഉരുട്ടുന്ന കാര്യത്തിലാണോ ഈ തർക്കം? വയ്യെങ്കിൽ നീ ഒന്നും ചെയ്യണ്ടടാ. ഓരോ വർഷത്തെയും വെയിലും മഴയും മൊത്തം കൊണ്ടിട്ടുള്ള ആളാ നിങ്ങളുടെ അച്ഛൻ. ഒരു കുട പോലെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ മേലെ നിന്ന് കുതിരുകയും കത്തിയെരിയുകയും ചെയ്തിട്ടുള്ള ആളാ. എന്നിട്ട് നീയൊക്കെ എന്ത് കൊടുത്തറ പകരം? ഓ, അച്ഛൻ ചെയ്ത മഹത്തായ കാര്യങ്ങളുടെ കണക്കൊന്നും അമ്മ പറയണ്ട. ഉണ്ടാക്കി വെച്ചിട്ട് പോയി കടം വീട്ടാൻ പെട്ട പാടേ എനിക്കറിയാം. ഉണ്ട ചോറിന് നന്ദിയില്ലാത്ത വർത്തനം പറയരുതടാ രവി. നിന്റെ ഈ തണ്ടും തടിയും തലയെടുപ്പും ഒക്കെ നിന്റെ അച്ഛന്റെ കഷ്ടപ്പാടാ. അച്ഛനമ്മമാരുടെ കണ്ണീരടാ മക്കളുടെ അത്താഴത്തിലെ ഉപ്പ്. അത് നിനക്കറിയാവോ? ഓ, തുടങ്ങി സെന്റിമെന്റ്സും കരച്ചിലും. എന്നാ വേണം അത് പറഞ്ഞാ മതി. ബലിയിടണോ? ഇടാം.
ചോറ് ഉരുട്ടണോ? ഉരുട്ടാം. കർമ്മിക്ക് കാശ് കൊടുക്കണോ? അതും കൊടുക്കാം. അവൻ എന്തെങ്കിലും പറഞ്ഞാലും നിനക്കങ്ങ് മിണ്ടാതിരുന്നൂടെ? എത്രയാന്ന് കരുതിയ അമ്മേ? തമ്മി തല്ലി തല കീറടാ. എല്ലാം കണ്ട് ചങ്കമുട്ട ഞാനുണ്ടല്ലോ. ഒത്താലടുത്ത കൊല്ലം ഈ സമയം അമ്മയ്ക്കും പിണ്ടച്ചോറ് ഉരുട്ടാം. രവിയേട്ടൻ എന്താ രാജാപ്പാട്ടിന് പഠിക്കുവാണോ? പതിവില്ലാതെ ഒരു ഉലാത്തല്. എന്നാ ഒരു കാര്യം ചെയ്, ഒരു കുന്തം എടുത്തോണ്ട് വരാന്തേ ചെന്ന് നിക്ക്. നിങ്ങളുടെ അച്ഛന്റെ പ്രേതം കയറി വരാതെ ഒരു കാവലാവൂല്ലോ. അല്ല മതി, ഞാൻ നാളത്തെ കാര്യം ഓർക്കുമായിരുന്നു. നാളെ എന്താ? ഓ, നാളെയാണല്ലോ ബലിയിടൽ മഹോത്സവം. ആ, ഇട്. നിങ്ങളുടെ അച്ഛൻ കാക്കയായോ കഴുകനായോ വന്ന് കൊത്തി തിന്നിട്ട് പോട്ടെ. എന്നാലല്ലേ നാട്ടുകാരുടെ കഴുത്തിന് പിടിക്കാൻ അങ്ങേർക്ക് ആരോഗ്യം കിട്ടൂ. അത് പിന്നെ ബലിയിടൽ ഒരു കർമ്മമാണ് മതി. ഓ, ആയിക്കോട്ടെ. അല്ല, രവിയേട്ടൻ ഇടുന്നുണ്ടോ ബലി? മകനായ സ്ഥിതിക്ക് ഞാനും ഇടണമല്ലോ. ഓ, പിന്നെ വേണം. ഞാൻ ബലിയിട്ടോട്ടെ മതി. എന്റെ കഴുത്തിൽ പിടിച്ച ആളാ നിങ്ങളുടെ അച്ഛൻ, അതോർത്തോണം. മതി, ഞാൻ ബലിയിടാതിരുന്ന മറ്റുള്ളവരെന്ത് പറയും? പ്ലീസ് മതി. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമല്ലല്ലോ. എങ്ങനെ തോന്നി നിങ്ങൾക്ക് ഇത് എന്നോട് വന്ന് പറയാൻ? എന്റെ തലവിധി. മതി, കരയില്ലേ മതി. എന്റെ പൊന്നിനോട് അനുവാദം ചോദിച്ചിട്ടല്ലേ ഞാൻ. രണ്ടുപേരുള്ള ചോറ് ഉരുട്ടി വെക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. താല്പര്യം ഉണ്ടായിട്ടല്ല, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട്. നിങ്ങൾ ഉരുട്ടുവോ കുഴയ്ക്കുവോ എന്ത് വേണേലും ചെയ്യും, അതിന് ഞാൻ എന്ത് വേണം? മതി പ്ലീസ്. ആ, ഈ ഒരു ഒറ്റ തവണത്തേക്ക് ഞാൻ സമ്മതിക്കാം. മേലിൽ ഇത്തരം കോക്കാൻ ബീച്ച് ഈ വീടിന്റെ മുറ്റത്തിട്ട് പറ്റത്തില്ല. ഇല്ല മതി, ഇല്ല, സത്യമായിട്ടുമില്ല. ശരി. താങ്ക്സ് മതി, താങ്ക്സ്. എന്റെ അമ്മ ഇതൊന്നും അറിയാതിരുന്നാ മതിയായിരുന്നു. കടം വീട്ടിയിട്ടായിരുന്നു ഇതൊക്കെ എങ്കിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. ഇതെവിടെ പോവാ ഇപ്പൊ? വെള്ളം എടുത്തോണ്ട് വരാൻ. എന്റെ പൊന്നിന് രാത്രി ദാഹിച്ചാലോ? ഓ, ദാറ്റ്സ് ഗുഡ്. പോയിട്ടോ. ആ, അമ്മേ, നാളെ രാവിലെ ഇതുവരെ ഒന്ന് വരണം. ഇവനിങ്ങനെ മോന്ത കുത്തി വീർപ്പിച്ച് പിണ്ടച്ചോറ് ഉരുട്ടുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ആർക്കാണ്ട് വേണ്ടി ചെയ്യുന്നത് പോലെ. പിണ്ടച്ചോറ് ഉരുട്ടുന്നത് സ്വന്തം തന്തയ്ക്ക് വേണ്ടി തന്നെയല്ലേ? എനിക്കറിയാം എങ്ങനെ ചെയ്യണമെന്ന്. എന്നെ ആരും പഠിപ്പിക്കൊന്നും വേണ്ട. ഓ,
ആ മൂത്ത മകൻ ഇരിക്കുക. ഇത് കയ്യിലെടുത്ത് നീര് കൊടുക്കുക. എന്റെ അച്യുതാ, നീ അടുത്തുണ്ടല്ലോ അല്ലേ? അച്ചൂട്ട, ആ പവിത്രം കയ്യിൽ ധരിച്ച് അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് പിണ്ടം ഇവിടെ സമർപ്പിക്കുക. നീര് നൽകുക. നിനക്കെന്താടാ ഒരു തെളിച്ചമില്ലാത്തത്? പെണ്ണും പിള്ള വരാൻ നിന്ന് കണ്ണുരുട്ടുന്നതിന്റെ പേടിയാണോ? അമ്മേ, ദേ ഈ അപ്പച്ചമ്മയോട് വെറുതെ വഴക്കുണ്ടാക്കാതിരിക്കാൻ പറയണം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ വെറുതെ കൊച്ചാക്കി സംസാരിച്ചാലുണ്ടല്ലോ. എന്റെ നാത്തൂനെ ഒന്നും മിണ്ടാതിരിക്കും. നമ്മൾ അച്ചൂട്ടനെ ഇപ്പൊ വിളിച്ചു വരുത്തുന്ന എന്തിനാ? സ്വസ്ഥമായിട്ട് ഇച്ചിരി ചോറ് കൊടുക്കാനല്ല. അത് തന്നെയാണല്ലോ ഞാനും പറഞ്ഞത്. ഇവനിങ്ങനെ മോന്ത കുത്തി വീർപ്പിച്ച് പിണ്ടച്ചോറ് ഉരുട്ടുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ആർക്കാണ്ടി വേണ്ടി ചെയ്യുന്നത് പോലെ. പിണ്ടച്ചോറ് ഉരുട്ടുന്നത് സ്വന്തം തന്തയ്ക്ക് വേണ്ടി തന്നെയല്ലേ? എനിക്കറിയാം എങ്ങനെ ചെയ്യണമെന്ന്. എന്നെ ആരും പഠിപ്പിക്കൊന്നും വേണ്ട. ഓ, അപ്പച്ചിമെന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ബാലേട്ടാ, ദേഷ്യപ്പെടാതെ. അച്ഛനത് വിഷമാവത്തേ ഉള്ളൂ. എല്ലാവരും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും വേണോട് അച്ഛനെ വിളിക്കാൻ. എങ്കിലേ അച്ചൂട്ടൻ വരൂ. എനിക്കത് ഉറപ്പാ. നിങ്ങളൊന്നും മിണ്ടായിരുന്നാലേ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. പിണ്ടച്ചോറിന് മുമ്പിലുള്ള ഈ വഴക്ക് പരേതനോടുള്ള അനീതിയാണ് കേട്ടോ. അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മന്ത്രം ചൊല്ലിക്കോ ചൊല്ലിക്കോ. ആ, കർമ്മം തുടരാം. ഇവിടെ മാമൂട്ട് തുടങ്ങി. ശരി ശരി. കൊച്ചാണ്ട് ചെക്ക് പോസ്റ്റിനും അപ്പുറം കരണ്ടിപ്പുഴയ്ക്ക് അക്കരെ അവിടെ ഒരു ആശുപത്രി ഉണ്ട്. മതി പറഞ്ഞാ മതി. എന്ത് ചെയ്യാനും ഞാനും എന്റെ പയ്യന്മാരും റെഡിയാണ്. വയലോരം വീട് വിട്ടു പോയവരാരും തിരിച്ചവിടേക്ക് വരരുത് സഞ്ജു. അവളെ ഇഞ്ചിഞ്ചായി നോവിക്കാനായി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം എന്റെ കൺമുമ്പിൽ വെച്ച് എന്നെ സന്തോഷിപ്പിക്കാനായി നീ ചെയ്യണം.